കയ്യിൽ തന്നെ അപകടം പോയുള്ള കൊച്ച്. ആ കൊച്ച് അമ്മ ഞാൻ ചാവോന്ന് ചെറുമക്കളും ചെറുമോനും എല്ലാം വണ്ടിയും കൊണ്ട് പോകുന്നതെല്ലാം പോണെ. നമ്മളെങ്ങനെ അയാളാണ് ഒരു വയസ്സായ അമ്മാമനാണ് ഇതിലെ കാണുന്ന കാര്യം. അയാൾ അവിടെ ഇടിച്ചിട്ട് വരെയായിരുന്നു. അങ്ങനെയൊന്നും ഇവിടെ നിന്നൊരു കാറും കൂടെ പോയി ഇടിച്ച്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജ് ഏകദേശം ഒരു 2 കിലോമീറ്ററിനകത്തായിട്ട് ഒരു ആംബുലൻസ് പോലും ഒരു 10-15 മിനിറ്റോടെ എത്തിയിട്ടില്ല. സത്യം എല്ലാവരുടെയും വീഡിയോ എടുക്കുന്ന ടൈം കൊണ്ട് ആരെയും രക്ഷിക്കാനല്ല, എല്ലാവരും വീഡിയോ എടുക്കാനും ചെയ്തു. ഞാൻ വെളി ഇറങ്ങുമ്പോൾ ഒരു കാറ് ഇടിച്ച് വണ്ടി തിരിഞ്ഞു. അപ്പൊ ഒരു പെൺകുട്ടിയുടെ കിടക്കായിരുന്നു. അതിനടുത്ത് ആ കുട്ടി മരിച്ചെന്ന് പറഞ്ഞു. ഓവർ സ്പീഡിലായിരുന്നോ? കാർ നല്ല സ്പീഡിലായിരുന്നു. അങ്ങനെ പറഞ്ഞു അങ്ങനത്തെ BP കൂടിയതാണ് അങ്ങനെ പറഞ്ഞു. ആ വഴിയെ പോയ നടന്നു പോയ കുട്ടിയാണ്. ആ കുട്ടി ആരാണെന്ന് ഇതുവരെ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞു. കുറച്ചേരത്തെ കയ്യിൽ കഴിഞ്ഞാൽ തല അവനെ പൊട്ടിയത്. മരണപ്പെട്ടത് നടന്നു പോയിട്ടുള്ള കുട്ടിയാണ്. ഈ അപകടം ഉണ്ടായ വാഹനം അവരുടെ കാറും അത് കൊണ്ടുപോയി അങ്ങോട്ട്. അപ്പൊ അവിടെ വേറൊരു കാറ് കിടക്കുന്നുണ്ട്. ഇടിക്കാണ് വേണ്ടി തിരിഞ്ഞത്. അത് അവിടെ നിന്നുള്ള കാറാണ്. അതിൽ ഇടിക്കാൻ വേണ്ടി തിരിഞ്ഞ, ഇല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും ഇടിച്ചിട്ട് പോയത്. ബൈക്കിൽ ഇടിച്ച് അതിൽ നടന്ന് തെറ്റി വീഴുന്നത് എല്ലാത്തിനും സീരിയസ് ആണ്. എല്ലാം തലയാണ് പൊട്ടിയിരിക്കുന്നത്. എല്ലാവരും ഈ കുട്ടിയെ എടുത്തപ്പോഴേ മനസ്സിലായി പോകും തല. നമസ്കാരം. കവടിയാറിൽ വലിയൊരു അപകടം, 7ഓളം വാഹനങ്ങൾ കൂട്ടിയിടിച്ചുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുകയാണ്. ഒരാൾ മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നിരവധി ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ചേട്ടാ വന്നിട്ട് എത്ര സമയം കഴിഞ്ഞപ്പോ? ഒരു 10 മിനിറ്റ് ആവും. എന്താ സംഭവിച്ചത്? എന്തെങ്കിലും ഡ്രൈവർക്ക് ഓർമ്മയില്ല എന്തിനാണെന്ന്. ഡ്രൈവർക്ക് എന്താണെന്ന് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. അയാൾ പറഞ്ഞ് ഞാൻ പതുക്കെയാണ് പോയെന്നാ പറഞ്ഞത്. ആ സാറ് കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ചേട്ടാ എത്ര വാഹനങ്ങളാണ് കറക്റ്റ് ഇവിടെ ഇടിച്ചത്? അങ്ങനെ എന്തെങ്കിലും? ഈ കാർ നല്ല സ്പീഡിലായിരുന്നു. നിരവധി ആൾക്കാർ വഴിയിൽ വന്നവരെയാണ് ഇടിച്ചിട്ടത്. ഞാനും അപ്പുറത്തില്ല, ഞാനും വണ്ടി മാറ്റിയില്ലായിരുന്നു. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജ് ഏകദേശം ഒരു 2 കിലോമീറ്ററിനകത്തായിട്ട് ഒരു ആംബുലൻസ് പോലും ഒരു 10-15 മിനിറ്റോടെ എത്തിയിട്ടില്ല. ഏകദേശം വേറൊരു വാഹനങ്ങളുടെ കൂടെ ഒരു ആളെ എനിക്ക് ഓർമ്മയില്ല. ഒരു കാറിൽ വന്ന, ഒരു ബെൻസ് കാറിൽ വന്ന ഒരാളാണ് ഒരു ലേഡിയെ, ഒരുപാട് മുറിവ് പറ്റിയ ലേഡിയെ എടുത്തോണ്ട് പോയത്. സത്യം എല്ലാവരുടെയും വീഡിയോ എടുക്കുന്ന ടൈം കൊണ്ട് ആരെയും രക്ഷിക്കാനല്ല, എല്ലാവരും വീഡിയോ എടുക്കാനും ചെയ്തു. ഒരാളാണെങ്കിൽ ജീവന് വേണ്ടിയിട്ട് കിടന്ന് പെടയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാൻ ഒരാൾ നല്ല ശ്രമിച്ചു. അദ്ദേഹം ഒന്ന് വെള്ളം കൊടുത്തു. അദ്ദേഹം കുറച്ച് സീരിയസ് ആണ്. ബാക്കി ആംബുലൻസ് ഒക്കെ എത്താൻ നല്ല വൈകി. ആംബുലൻസ് ഒരു അരമണിക്കൂറിൽ കൂടുതൽ എടുത്തു. നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇവിടെ എത്തിയിട്ടുള്ള മാധ്യമങ്ങൾ അടക്കം രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയില്ല എന്നുള്ള ഒരു ആശങ്കയാണ്. ഒരു യുവതി മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിനേക്കാൾ ഉപരി ഈ ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് അപകടം പറ്റിയവരിൽ മിക്കവരും റോഡിലൂടെ നടന്നു പോകുന്ന ആളുകളായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വലിയ അപകടം തന്നെയാണ് സംഭവിച്ചത് എന്നത് വാഹനത്തിന്റെ ഒരു ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ചേട്ടാ ഇവിടെ ഉണ്ടായിരുന്നോ? ഇപ്പൊ വന്നതേ ഉള്ളൂ. ചോരയൊക്കെ ഞാൻ കുട്ടീനെ കണ്ടു പരിചയമുണ്ട്. എനിക്ക് തോന്നുന്നു ഇല്ല മോളെ, ഞാൻ കടയുടെ അകത്തല്ലേ ഇരിക്കുന്നത്. ഞാൻ അങ്ങനെ കാണുന്ന പോലെ ഞാൻ ആദ്യമായിട്ട് കണ്ട് എന്റെ ചെറുമോളെ പോലെ ഇരിക്കുന്ന അതാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. കറക്റ്റ് അറിയാം. അല്ല, ഇവിടെ പഠിക്കാൻ പോണ കുട്ടിയാണെന്ന് പറഞ്ഞു. അത്രേ കൊച്ചുങ്ങൾ ഇവിടെ പോണ പോലെ. ബഹളം കേട്ടിട്ടാണ് അമ്മ കടയിൽ എന്നപ്പോ ചാള അടുക്കി ഓരോ കിടക്കുന്നു. 3 കിടക്കുന്നത്. അത് ഒരു പെൺകൊച്ചാണ്, ഒരു ഉണക്ക കൊച്ചു. അതാണ് എന്റെ അടുത്ത് ഇതൊക്കെ ചോദിക്കുന്നത്. ഇവിടെ എല്ലാം പോയി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചെറുമക്കളും ചെറുമോനും എല്ലാം വണ്ടിയും കൊണ്ട് പോകുന്നതെല്ലാം പോണെ. അയാളാണ് ഒരു വയസ്സായ അമ്മാമനാണ് ഇതിലെ കാണുന്ന കാര്യം. അയാൾ അവിടെ ഇടിച്ചിട്ട് വരെയായിരുന്നു. അങ്ങനെയൊന്നും ഇവിടെ നിന്നൊരു കാറും കൂടെ പോയി ഇടിച്ച്.
സംഭവം കണ്ടിരുന്ന അറിയാനോ? സംഭവം കണ്ടു. ഒരു ഇലക്ട്രിക് കാറാണ് വന്നത്. കാറ് വന്ന് ആദ്യം നടന്നു പോയി രണ്ടുപേരെ ഇടിച്ചു. അയാൾ ഇങ്ങനെ പൊങ്ങി പോണുണ്ട്. പൊങ്ങി തറയിൽ വീഴുന്നപ്പോഴാണ് നമ്മൾ കാണുന്നത്. പോയി അടുത്ത ഒരു കാറിനെ ഇടിച്ചു, വേറൊരു കാറിനെ ഇടിച്ചു. രണ്ടുപേര് 6 പേര് മൊത്തം റോട്ടിൽ കിടന്നു. അതിൽ ഒരാൾ മരിച്ചെന്ന് ഇപ്പൊ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഓവർ സ്പീഡിലായിരുന്നു വണ്ടി. ഓവർ സ്പീഡ്, വണ്ടി സ്പീഡായിരുന്നു. അയാളെ കൺട്രോൾ ചെയ്യുമെന്നാണ് അയാൾ പറയുന്നത്. ബ്രേക്കിന് വരും ആക്സിലേറ്റ് ചവിട്ടി പിടിക്കും. സ്റ്റേഷനിൽ പോയിട്ടുണ്ട് പോലീസ്. അപ്പൊ ഇത് എന്താണ് സംഭവിച്ചത് എന്നതിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ചിത്രം ഇതുവരെ വന്നിട്ടില്ല. ഒരു കുട്ടി മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ പെൺകുട്ടിയാണ് എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു കവടിയാർ ഏരിയ എന്ന് പറയുന്നത് സിവിൽ സർവീസ് അതുപോലെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി എത്തുന്ന കുട്ടികൾ, അങ്ങനെയുള്ള ആളുകൾ കൂടുതലായിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് മിക്കവാറും അത്തരത്തിൽ ഒരു കുട്ടി ആയിരിക്കണം മരണപ്പെട്ടത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും വലിയൊരു അപകടം, 7ഓളം പേർക്ക് പരിക്കേറ്റിട്ടുള്ള അപകടം എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത് കൊണ്ട് മാത്രമാണ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു അപകടം എത്താതിരുന്നത്. അത് തന്നെ ഒരു പ്രധാനപ്പെട്ട നല്ലൊരു കാര്യമാണ്. അതിനേക്കാൾ ഉപരി ഒരാളുടെ മരണം സ്ഥിരീകരിച്ചു എന്നത് വളരെ സങ്കടത്തോടെയും വേദനയോടെയും തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ബോട്ടിലൊക്കെ കാണുമ്പോൾ മിക്കവാറും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പഠിക്കാൻ വന്നൊരു കുട്ടിയാണ് എന്നാണ് തോന്നുന്നത്. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് കവടിയാറിൽ നിന്നിപ്പോ ഈ ഒരു അപകട വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാനാണ് ഇത് ആദ്യം കാണുന്നത്. ഞാൻ ജീവൻ രക്ഷപ്പെട്ട ആദ്യത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മതി അതിന്. കാരണം ഫസ്റ്റ് ഇടിക്കേണ്ടത് തന്നെയാണ് നടന്നു പോകുമ്പോൾ. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് കൈയെടുത്ത് കാണിക്കുന്നു, വണ്ടി ഓവർ സ്പീഡാണ്, നിങ്ങൾ നിർത്തുമെന്ന് പറയുന്നത്. പുള്ളി ഇത് കാണുന്നില്ല എന്നാ ഇപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു. പക്ഷെ അത് വന്നു, ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞ് ആ ഉള്ള മതിലിന്റെ അങ്ങ് സൈഡിലേക്ക് നീങ്ങുമ്പോൾ എന്റെ തൊട്ടടുത്തുനിന്ന് സംസാരിച്ചിട്ട് വന്ന പെൺകുട്ടിയും ഒരു പയ്യനോ, അതിലാണ് ആ കുട്ടി ഇപ്പോൾ മരിച്ചു എന്ന് പറയുന്ന ആ കുട്ടിയാണ്. ആദ്യത്തെ ഇടി അവരതാണ്. അതിന്റെ ബ്ലഡ് തെറിച്ചത്, അതിന്റെ ചെരുപ്പൊക്കെ തെറിച്ചത് അതിലാണ്. അപ്പൊ ഞാനത് കഴുകി കളഞ്ഞുകൊണ്ട് ഇടിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതേപോലെ ഇവിടെ നിന്ന് വന്നവരും സ്കൂട്ടറിൽ വന്നവരൊക്കെ കണ്ടിന്യൂസ് ഇടിക്കുന്നു. ഏറ്റവും അവസാനം അവിടെ നിന്ന് വന്ന ആ കിടക്കുന്ന വെള്ള വണ്ടി ഇടിച്ചു നിർത്തിയത് കൊണ്ട് ഇത് ഇവിടെ ഇത്രയിൽ കഴിഞ്ഞു. പോകുന്നെങ്കിൽ അവിടെ കുളമാണ്. കാരണം പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി. പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന പുള്ളി നമ്മൾ കരുതുന്ന എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ട്. പുള്ളി മദ്യപിച്ചിട്ടൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ആ വണ്ടി ഇവിടെ നിർത്തി മാറ്റി. ഇതാണ് ആ വണ്ടിയുടെ ബാക്കി ഫ്രണ്ട് ഇടിച്ച ഫ്രെയിമൊക്കെ ഇതാണ്. അതാണ് ഒരു വളരെ അതിഭീകരമായ ഒരു ആക്സിഡന്റ് ആയിരുന്നു. പറയുന്നത് പോലെ ഇവരൊക്കെ ആ ഒരു നേരിട്ട് കണ്ടതിന്റെ ഞെട്ടലിലാണ് അവിടെ നിന്ന് വന്ന വാഹനം നിരത്തി ഓരോ വാഹനത്തിനെ ഇടിച്ച് തെറിപ്പിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. നമ്മൾ ഈ കാണുന്നത് പോലെ ആ വൈറ്റ് കാറിൽ പോയി ഇടിച്ചത് കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഇവിടെ നിന്ന് ഒഴിവായത്. കാരണം ഇവിടെ നിന്ന് നേരെ മുന്നോട്ട് പോയാൽ എത്തുന്നത് കവടിയാർ ജംഗ്ഷൻ ആണ്, ഹൈവേ ആണ്. 3 കൂടിയ ജംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു വാഹനം വന്നു കഴിഞ്ഞാൽ അപകടം, അതിന്റെ തീവ്രത വളരെയധികം കൂടുതലായിരിക്കും. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വൈറ്റ് കാർ വരുന്നതും അതിലേക്ക് ഇടിച്ചു കയറ്റുന്നതും. വലിയ ഗുരുതരമായിട്ടുള്ള പരിക്ക് ഈ വാഹനത്തിനും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഒരു കുട്ടിയുടെ മരണമടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കവടിയാറിലുള്ളത്. ആ അപകടം അമ്മ ഞാൻ ചാവോന്ന് ചോരയൊക്കെ ഞാൻ കുട്ടീനെ കണ്ടു പരിചയമുണ്ട്. എനിക്ക് തോന്നുന്നു ഇല്ല മോളെ, ഞാൻ കടയുടെ അകത്തല്ലേ ഇരിക്കുന്നത്. ഞാൻ അങ്ങനെ കാണുന്ന പോലെ ഞാൻ ആദ്യമായിട്ട് കണ്ട് എന്റെ ചെറുമോളെ പോലെ ഇരിക്കുന്ന അതാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്, കറക്റ്റ് അറിയാം. അല്ല, ഇവിടെ പഠിക്കാൻ പോണ കുട്ടിയാണെന്ന് പറഞ്ഞു. അതേ കൊച്ചുങ്ങളിവിടെ പോകണം പോലെ. കേട്ടിട്ടാണ് അമ്മ കടയിൽ എന്നപ്പോ ചാള അടുക്കി ഓരോ കിടക്കുന്നു. 3 കിടക്കുന്നു. അത് ഒരു പെൺകൊച്ചാണ്, ഒരു ഉണക്ക കൊച്ചു. അതാണ് എന്റെ അടുത്ത് ഇതൊക്കെ ചോദിക്കുന്നത്. ഇവിടെ എല്ലാം പോയി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചെറുമക്കളെ ചെറുപോനും എല്ലാം വണ്ടിയും കൊണ്ട് പോകണല്ല പോണേ. അയാളാണ് ഒരു വയസ്സായ അമ്മാമ്മ. ഞാൻ ഇതിന്റെ കാണുന്ന കാര്യം അയാൾ അവിടെ ഇടിച്ചിട്ട് വരെയായിരുന്നു. അങ്ങനെയൊന്നും ഇവിടെ നിന്നൊരു കാറും കൂടെ പോയി ഇടിച്ച്